examiner students, welcome to IT Theory Sure Short Question. നിങ്ങളുടെ എക്സാമിന് ഉറപ്പായും വരുന്ന കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾക്ക് അടുത്ത ഏത് വീഡിയോ വേണമെന്ന് തീർച്ചയായിട്ടും കമൻസിൽ അറിയിക്കുക. അതുപോരാതെ നിങ്ങളുടെ പ്രാക്ടിക്കലിന് വേണ്ടിയിട്ടുള്ള സൺ ക്ലോക്ക്, മെയിൽ മെർജ്, ODS, ODT എല്ലാ സംഭവങ്ങളും, അതുപോരാതെ നിങ്ങൾക്ക് വേണ്ടിയുള്ള കപ്പ് വരയ്ക്കാനുള്ളതും ഇങ്സ്കേപ്പിൽ എല്ലാ കാര്യങ്ങളൊക്കെ തിയറിയും എല്ലാം ഒരു പ്ലേലിസ്റ്റിൽ താഴെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് ഞെക്കുക, അത് സേവ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള IT വീഡിയോസൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇനി അടുത്ത ഏത് വീഡിയോ വേണം നിങ്ങൾ തീരുമാനിക്കുക, അത് കമൻറ്റ് ചെയ്യുക. പിന്നെ മറക്കരുത് മക്കളെ, ലൈക്കും ഷെയറും ചെയ്യാൻ ഫ്രീ ആണ്, ടോട്ടലി ഫ്രീ ആണ്, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ആൻഡ് സപ്പോർട്ട് കാണിക്കുക. ലെറ്റ്സ് മൂവ് ടു 10 തിയറി ക്വസ്റ്റ്യൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ 10 തിയറി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ റാൻഡമായിട്ട് നെറ്റ്വർക്കിനും പൈത്തണിനും ഇവിടുന്ന് പബ്ലിഷിങ്ങിനൊക്കെ എടുത്തതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. Which of the following is a free 2D animation software? See, 2D animation software, നിങ്ങൾ ഏത് ആനിമേഷനാണ് പഠിച്ചിട്ടുള്ളത്? നമുക്കാകെ സ്കൂളിൽ പഠിപ്പിച്ചത് ഒരേ ആനിമേഷനോട് എന്താണ്? സിൻഫിക്സ് സ്റ്റുഡിയോ. അഡോബി ഫ്ലാഷും 2D ആണ്, പക്ഷെ ഫ്രീ അല്ല. അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെന്താണ്, നമുക്ക് ആവശ്യമുള്ള ആൻസർ സിൻഫിക്സ് സ്റ്റുഡിയോ ആണ്. അതാണ് നമ്മുടെ 2D ആനിമേഷൻ ഫ്രീ ആയിട്ട് വരുന്ന സോഫ്റ്റ്വെയർ. ചൂസ് ദ 2 അഡ്വാൻറ്റേജസ്. ഇതെന്താണ്? 5 ഓപ്ഷനിൽ 2 ചൂസ് ചെയ്യണം. ഇത് ഷോർട്ട് ആൻസർ കേട്ടോ. Choose 2 advantages of computer networking from the following. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് കൊണ്ട് എന്തെങ്കിലും 2 ഉപയോഗങ്ങൾ, നല്ല കാര്യങ്ങൾ. അപ്പം UPS ഷെയർ ചെയ്യാൻ പറ്റും. അത് ഇലക്ട്രീഷ്യൻ്റെ പണിയല്ലേ. UPS ഷെയർ ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നമ്മളൊരു എക്സ്റ്റൻഷൻ ബോർഡ് വാങ്ങിച്ചാലുള്ള പരിപാടിയാണ്. അതല്ല. അപ്പം UPS ഷെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. UPS കുറേ കണക്ട് ചെയ്താൽ മതി. ഡിജിറ്റൽ ഫയൽസ് ക്യാൻ ബി എക്സ്റ്റെൻഡ്. തീർച്ചയായിട്ടും അല്ലേ. നിങ്ങൾക്കിപ്പം ഒരു കമ്പ്യൂട്ടറിൻ്റെ പെൻഡ്രൈവ് കോപ്പി ചെയ്ത് അപ്പുറത്തെ CD എടുത്ത് അങ്ങനെ ഇടണ്ട. നമുക്ക് എന്താ ലാൻഡ് കേബിൾ കണക്റ്റഡ് ആണെങ്കിൽ ഒരു റൗട്ടറിൽ കൂടെ ഫയൽ കോപ്പി ചെയ്തിടുന്നു, അത് പറ്റും ഡെഫിനറ്റ്ലി. പ്രിൻ്റർ ആൻഡ് മൗസ് സ്കാനർ ക്യാൻ ബി ഷെയർഡ്. യെസ്, പറ്റും. മൗസ് ഷെയർ ചെയ്യാൻ പറ്റുമോ? മൗസ് എങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റുക? ഇതാ നിങ്ങൾ ഇവിടുന്ന് ഈ മൗസ് എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് പോകുമ്പോഴുണ്ടാവും. അപ്പോൾ അവൻ പറയും, എടാ എനിക്ക് വേണം മൗസ്. അത് പറ്റുമോ? തല്ലുണ്ടാവും അല്ലേ. പ്രിൻ്ററും സ്കാനറും കുഴപ്പമില്ല. അത് 1 by 1 ടാസ്ക് എടുക്കുന്ന സൈമൾട്ടേനിയസ്ലി നടക്കേണ്ട സാധനമല്ല അല്ലേ. ഞാൻ പ്രിൻ്റ് കൊടുക്കുന്നു, നിങ്ങളുടെ ഫ്രണ്ട് കൊടുക്കുന്നു, 1 by 1 പോയിക്കോളും. അതിപ്പോൾ ഒരുമിച്ച് 2 പേജും കൂടെ ഒരേ പ്രിൻ്റിലാവൂല. ഓക്കെ, അപ്പോൾ പ്രിൻ്റർ സ്കാനർ പറ്റും. മൗസും കീബോർഡും പറ്റൂല. അങ്ങനെയാണ് നിങ്ങളുടെ IT ലാബിൽ ഒരു മൗസല്ലേ ഉണ്ടാവുള്ളൂ, 10-20 കമ്പ്യൂട്ടറിന് ഇല്ല. ഓക്കെ, അപ്പോൾ നെറ്റ്വർക്കിംഗ് കാരണം ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് കമാൻഡ്സ് ആർ കറക്റ്റ്? 5 ഓപ്ഷൻ ഉണ്ട്, 2 കറക്റ്റ് ആയിരിക്കും. നോക്കിയേ, കളർ COLOUR. കഴിഞ്ഞ വീഡിയോ കണ്ടില്ലെങ്കിൽ നിങ്ങൾ കാണുക. പൈത്തണിൽ കളറിൻ്റെ സ്പെല്ലിംഗ് COLOR ആണ്. COLOR. അപ്പോൾ COLOUR എന്ന് എഴുതിയാൽ തെറ്റാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ തിയറി ക്വസ്റ്റ്യൻ തീർച്ചയായും കാണാം, അതിലൊക്കെ അത് പറയുന്നുണ്ട്. COLOR കറക്റ്റാണ്. CLR എന്ന് പറഞ്ഞ സംഭവമില്ല, ക്ലിയർ എന്ന് പറഞ്ഞ സംഭവമില്ല, ക്ലീൻ എന്ന് പറഞ്ഞ സംഭവമില്ല. അതും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ക്ലീൻ അല്ല, സ്ക്രീന് ക്ലിയർ ചെയ്യണമെങ്കിൽ വെറും ക്ലിയർ ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസ് ബ്രാക്കറ്റ് വരിക. അപ്പോൾ ഇതാണ്. അപ്പോൾ കളറും ക്ലിയറുമാണ് കറക്റ്റ് ആൻസർ. പൈത്തണിലെ കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് വരുന്നത്. ഓക്കെ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് വിൽ ഹാവ് എ യുണീക്ക് കമ്പ്യൂട്ടേഴ്സ് ഇൻ എ നെറ്റ്വർക്ക്. നിങ്ങളുടെ കമ്പ്യൂട്ടർ നിങ്ങൾ ഏത് നെറ്റ്വർക്കിൽ കണക്ട് ചെയ്താലും, ഒരു നെറ്റ്വർക്ക് കണക്ട് ചെയ്തില്ലെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഒരു യുണീക്ക് നമ്പർ ഉണ്ട്, ഒരു പ്രത്യേക അഡ്രസ്സ് ഉണ്ടാവും. കുറേ ഉണ്ടാവും, MAC അഡ്രസ്സ് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്കൊരു പ്രത്യേകത, വളരെ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞൊരു നമ്പറുണ്ട്, IP അഡ്രസ്സ്. ഓക്കെ, IP അഡ്രസ്സ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ്. DNSും ഗേറ്റ്വേയും സബ്നെറ്റ് മാസ്കൊക്കെ വേറെ തന്നെയാണ്. പക്ഷേ IP അഡ്രസ്സാണ് നിങ്ങളുടെ കമ്പ്യൂട്ടറിന്, നിങ്ങൾ ഏത് കമ്പ്യൂട്ടറാണോ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി. നിങ്ങളുടെ ഫോണിനും എല്ലാത്തിലും ഉണ്ട് IP അഡ്രസ്സ്. ഓക്കെ, അപ്പോൾ IP അഡ്രസ്സാണ് ഒരു യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. ഓക്കെ, ഹൗ മെനി പെയർസ് ഓഫ് വയേഴ്സ് ആർ ദേർ ഇൻ UTP? ഇനി നിങ്ങളൊരു കാര്യം ചെയ്യുക. UTP എന്ന് പറയുമ്പോൾ എന്താണ് ഫുൾ ഫോം എന്ന് ചാറ്റിലിടുക. ഓക്കെ, ഒരു കേബിളാണ്. എന്തോ ടിസ്റ്റ് ഉണ്ടോ ടിസ്റ്റ് ഇല്ലയോ, എന്തോ പെയറാണോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ പറയില്ല. പക്ഷെ നിങ്ങളെന്താണ്, എല്ലാവരും കമൻസിൽ അറിയിക്കുക UTPൻ്റെ ഫുൾ ഫോം. ആൻഡ് അതിൽ എത്ര പെയറുകളുണ്ടെന്ന് വെച്ചാൽ, എത്ര ജോഡികൾ, ടോട്ടൽ എത്ര വയറെന്നുള്ളതല്ല, എത്ര ജോഡികൾ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ക്ലിയർ ആയി പറയുന്നുണ്ട് ഇത്ര വയറുണ്ട്, പക്ഷെ ഇത്ര ജോഡികളായിട്ടാണ്. എത്രയാ? 4 ജോഡികൾ, 4 പെയർസ് ഉണ്ട്. അതിന് 4 കളറുണ്ട്. അതും കൂടി കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഓറഞ്ച് വെച്ചാൽ തുടങ്ങുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് 4 കളറെന്നും പറയാം. 4 പെയർസ് ഉണ്ട്, 4 2 ജോഡികളുണ്ട്. അപ്പോൾ 8 വയറുണ്ട്. ഓക്കെ, അപ്പോൾ UTPൻ്റെ ഫുൾ ഫോമും അതിൻ്റെ കളേഴ്സും കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് കിട്ടിയല്ലോ, അതും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ടെക്നോളജി ദാറ്റ് ഗിവ്സ് IP അഡ്രസ് ഓട്ടോമാറ്റിക്കലി ടു എ കമ്പ്യൂട്ടർ ഇൻ എ നെറ്റ്വർക്ക് ഇസ് നോൺ ആസ്. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ കാണിക്കുമ്പോൾ IP അഡ്രസ്സ് അസൈൻ ചെയ്ത് കൊടുക്കുന്ന ആ ടെക്നോളജിയിൽ എന്താണ് പറയുക? TCP എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫർ കൺട്രോൾ. എന്താണ് TCP എന്ന് പറയുന്നത്? ട്രാൻസ്ഫർ കൺട്രോൾ പ്രോട്ടോക്കോൾ എന്ന് പറയും. അപ്പോൾ TCP എന്ന് പറഞ്ഞാൽ എന്താ? TCP എന്ന് പറയുമ്പോൾ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ, ട്രാൻസ്ഫർ കൺട്രോൾ TCP IP എന്ന് കാണും. അതെന്താണ്? ഫയൽ ട്രാൻസ്ഫറിന് ആവശ്യമുള്ളതാണ്. POP എന്ന് പറഞ്ഞാൽ എന്താണ്? പോയിന്റ് ഓഫ് പ്രസൻസ്. അടുത്ത് വരുന്നത് എന്താ? DHCP,
ഡൈനാമിക് ഹോസ്റ്റ് കൺട്രോൾ. എന്താണ് കൺട്രോൾ ആണോ? കൺഫിഗറേഷൻ പ്രോട്ടോകോൾ. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇതാണ് IP അഡ്രസ്സ് ഓട്ടോമാറ്റിക്കലി അസൈൻ ചെയ്ത് കൊടുക്കുന്ന SMB നിങ്ങൾക്ക് ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ എന്താണ് DHCP ആണ് നിങ്ങൾക്ക് കൊടുക്കുന്ന IP അഡ്രസ്സ് ഓട്ടോമാറ്റിക്കലി അസൈൻ ചെയ്ത് കൊടുക്കുന്ന ടെക്നോളജി. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഇസ് നോൺ ആസ് ദ ഫാദർ ഓഫ് കമ്പ്യൂട്ടേഴ്സ്? കമ്പ്യൂട്ടറിൻ്റെ അച്ഛൻ ആരാണ്? റിച്ചർഡ് സോൾമൻ, ടിം ബേണേഴ്സ്-ലീ ഓർ ലൈൻസ് ടോർവാൾഡ്സ് അല്ലെങ്കിൽ ചാൾസ് ബാബേജ് ആണ്. ഓക്കെ, സിമ്പിളാണല്ലോ. അത് നമുക്ക് പേര് കേട്ടിട്ടുണ്ടാകും, നിങ്ങൾ ഗാർബേജ് എന്നൊക്കെ പറയുന്നുണ്ടാവും, പക്ഷേ ചാൾസ് ബാബേജ് എന്നാണ് പേര്, നിങ്ങൾക്കറിയാം, അത് മറക്കല്ല കേട്ടോ. ഓക്കെ, ചുവടെ കൊടുത്തിരിക്കുന്ന ഏത് സോഫ്റ്റ്വെയറിലാണ് മെയിൽ മെർജ് സങ്കേതമുള്ളത്? ഓക്കെ, മെയിൽ മെർജ് എന്നുള്ള സംഭവം ഏത് സോഫ്റ്റ്വെയറിലാണുള്ളത്? നമ്മൾ കഴിഞ്ഞ മെയിൽ മെർജിന് വേണ്ടിയിട്ട് പ്രാക്ടിക്കൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ തീർച്ചയായും പ്ലേലിസ്റ്റിൽ പോയി കാണുക. അതിലെങ്ങനെയാണ് മെയിൽ മെർജ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കും. അപ്പോൾ നമ്മളൊരു ഷീറ്റിൽ നിന്ന് ODS ഫയല് നമ്മൾ ഇമ്പോർട്ട് ചെയ്യും ഒരു ODT ഫയലിലേക്ക്, അതാണ് വേർഡ് പ്രോസസ്സറിലേക്ക്. ആ വേർഡ് പ്രോസസ്സറിൽ നമ്മൾ മെയിൽ മെർജ് ചെയ്യും. അപ്പോൾ നമുക്കറിയാം, അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, നമ്മുടെ വേർഡ് പ്രോസസ്സർ റൈറ്ററിലാണ് നമ്മൾ മെയിൽ മെർജ് ഓപ്ഷൻ ഉണ്ടാവുക. ഓക്കെ, പഠിച്ചല്ലോ. നെക്സ്റ്റ്, വിച്ച് ആർ ദ ഫോളോയിങ് ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ വേർഷൻസ് ആർ ഇൻ യൂസ്? ഓക്കെ, IP വേർഷൻസ് ഏതൊക്കെയാണ്? 1, 2, 3, 4, 5, 6 അതിൽ ഏതൊക്കെയാണ് യൂസ് ചെയ്യുക? വളരെ സിമ്പിൾ, നമുക്കറിയാം, നമ്മൾ കണ്ടുപരിച്ചിട്ടുണ്ടാവും. 4ഉം 6ഉമാണ്. IPv6ഉം IPv4ഉം ആണ് ഉപയോഗിക്കാറ്. ഓക്കെ, ഇനി നോക്കിയേ, വേർഡ് പ്രോസസ്സർ തയ്യാറാക്കുന്ന പ്രൊജക്റ്റിൽ റിപ്പോർട്ട് മലയാളം ഫോണ്ടുകൾ വൃത്തമാക്കാൻ ചുവടെ കൊടുത്തിരിക്കുന്ന ഏത് വിഭാഗത്തിൽ നിന്നാണ് തിരഞ്ഞെടുക്കുക? ഓക്കെ, ഏതാണ് മലയാളം ഫോണ്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്? വളരെ സിമ്പിൾ, വെസ്റ്റേൺ ടെക്സ്റ്റ് ഫോണ്ട് അല്ല, അത് ഇംഗ്ലീഷിന് വേണ്ടിയിട്ടാണ് വെസ്റ്റേൺ ടെക്സ്റ്റ് ഫോണ്ട്. മെയിൽ മെർജ് നമുക്കറിയാം, ഒരു ഷീറ്റ് ഫയലിൽ നിന്ന് നമുക്ക് കുറേ റിപ്പീറ്റഡായിട്ട് ഡേറ്റ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു റൈറ്റർ ഫയലിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ടേബിൾ ഓഫ് കോൺടെക്സ്റ്റ് ആൻഡ് ഇൻഡെക്സ് എന്താണ്? പേജ് നമ്പറും ഇൻഡെക്സ് ഉണ്ടാക്കാൻ വേണ്ടി. അതുമല്ല, CTL ഫോണ്ടാണ് മലയാളം ടെക്സ്റ്റുകൾ കൂട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഇതെന്താണ്? വെസ്റ്റേൺ ടെക്സ്റ്റ് ഇംഗ്ലീഷിനാണ്, മറ്റേത് മലയാളം ഫോണ്ടിന് CTL കേട്ടോ. CTL ഫോണ്ടാണെന്ന് ഓർത്ത് വെക്കുക. ഇനി അടുത്ത കോഡാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഫ്രം ടേർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ. ഓക്കെ, സ്റ്റാർ. അപ്പോൾ നമുക്ക് വരയ്ക്കാനുള്ള ടേർട്ടിൽ റെഡിയാണ്. ഫോർ I ഇൻ റേഞ്ച്. നോക്കിയേ, ഈ ഫസ്റ്റ് നമ്പർ എന്താണ്? നിങ്ങൾ ആദ്യത്തെ തിയറി വീഡിയോ കണ്ടില്ല, ഡെഫിനറ്റ്ലി കാണാം. അല്ലെങ്കിൽ ഞാൻ പറയുന്നുണ്ട്, ഈ റേഞ്ചിൻ്റെ 3 പാരാമീറ്റേഴ്സ് എന്താണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് നോക്കിയേ, ഇയാളെന്താണ്? സ്റ്റാർട്ട്. എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് വാല്യൂ. രണ്ടാമത്തേത് എന്താണ്? എൻഡ്, മാക്സിമം പോയിന്റ്. അതിൻ്റെ മുമ്പും മാക്സിമം പോയിന്റ് എന്ന് പറയും. ഓക്കെ, അത് പിന്നെന്താണ്? ഇതെന്താണ്? എത്ര ഇൻക്രിമെൻ്റ് വരും, എത്ര കൂട്ടണം ഓരോ പ്രാവശ്യം. അപ്പോൾ നോക്കിയേ, ആദ്യം ഇങ്ങനെയാണ് തുടങ്ങാം. 10 തുടങ്ങി, പിന്നെന്താണ്? 20 കൂട്ടുമ്പോൾ 30 കിട്ടി, 30 20 കൂട്ടുമ്പോൾ പിന്നെ 20 കൂട്ടണം കേട്ടോ. നിങ്ങൾ ചാടിക്കറി 3 നമ്പർ ഉണ്ട് സർ ബ്രാക്കിൽ, അപ്പം 3 ഇടട്ടെ, തെറ്റാണ്. നോക്കിയേ, 10, 30, പിന്നെ 20 ആഡ് ചെയ്യുമ്പോൾ 50, 50 70, 70 90. പക്ഷെ ഇവർ പറഞ്ഞു എൻഡ് വാല്യൂ 81. 81 ആവരുതെന്നാണ് പറഞ്ഞത്. 81 വരെ പറ്റുള്ളൂ, പക്ഷെ 81 ആവരുത്, ലെസ് ദാൻ 80. അപ്പോൾ 90 പറ്റുമോ? 90 പറ്റൂല. അപ്പോൾ അയാൾ കട്ട് ചെയ്ത് അപ്പോൾ 90 ആവൂല. അപ്പോൾ ഏതൊക്കെയാണ്? എത്ര സർക്കിളിൻ്റെ റേഡിയസുകളാണ് നിങ്ങൾ മനസ്സിലാക്കണം. സർക്കിൾ I എന്ന് പറയുമ്പോൾ ആ I എന്നുള്ള നമ്പർ ആദ്യം 10 ആവും, 30 ആവും, 50 ആവും, 70 ആവും. ഇത് ലൂപ്പാട്ടോ. അപ്പോൾ 10 ആവുമ്പോൾ സർക്കിളിൻ്റെ എന്താണ് ആരം? ഓക്കെ, സർക്കിളിൻ്റെ റേഡിയസ് എന്താ? ആദ്യം 10 ആവും, പിന്നെ സർക്കിൾ 30 ആവും, 50 ആവും, 70 ആവും. അപ്പോൾ 4 റേഡിയസാണ് സർക്കിൾ വരിക. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ 10ൻ്റെ 30ൻ്റെ 50ൻ്റെ 70ൻ്റെ ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇങ്ങനെയാണ് വരിക. അപ്പോൾ എത്ര സർക്കിളാണോ? 4 സർക്കിൾ. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് തിയറി വീഡിയോ പോയി കാണാം, വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. 4 സർക്കിൾ വീഡിയോ കിട്ടി. അപ്പോൾ ഇത്രയുള്ള ക്വസ്റ്റ്യൻസ് മക്കളെ ഇതിൽ. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തിയറി ആണോ വേണ്ടത്, സിൻഫിക് ആനിമേഷൻ ആണോ വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡേറ്റാബേസ് ആണോ വേണ്ടത് എന്നാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻസിൽ അറിയിക്കുക. എക്സാമിനർ ഉണ്ടാവും നിങ്ങളുടെ കൂടെ. ഈ പ്രാവശ്യത്തെ IT എക്സാമിനും നിങ്ങൾക്ക് A+ തന്നെ മേടിക്കണം. ബാക്കി എല്ലാ സബ്ജക്ട്സ് എക്സാമിനർ ക്ലാസ് ഉണ്ട്, അത് മറക്കരുത്. ഡെഫിനറ്റ്ലി ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. എല്ലാ സബ്ജക്ട്സിൻ്റെ എല്ലാ ക്ലാസ്സുകളും വരുന്നുണ്ട് മക്കളെ. ഈ പ്രാവശ്യത്തെ ഫൈനൽ എക്സാം നമ്മൾ തകർക്കും. സോ ഓൾ ദി ബെസ്റ്റ്. ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.